ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നിന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ റൂമിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുപോലെ യൂട്യൂബ് വഴി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു റൂം ഞങ്ങൾ തുടങ്ങുവാൻ കാരണമായി തീർന്നത് എന്താണെന്നുള്ളത് വിശദീകരിച്ചു കഴിഞ്ഞാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്തുമസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത്. എന്നിട്ട് ആ ഒരു പുത്രൻ എന്ന നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനാ നിലക്ക് ആശംസ കൊടുക്കുന്നത്, ഗ്രീറ്റിംഗ്സ് കാർഡ് കൈമാറുന്നത്, ചാറ്റിംഗ് അയക്കുന്നത്, SMS കൊടുക്കുന്നത്, കേക്ക് മുറിക്കുന്നത്, പുൽക്കൂടുണ്ടാക്കുന്നത്, ബാൻഡും ചാട്ടവും ആഭാസവും ഒക്കെയായി നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. മുസ്ലിമത്ത് ആ കാര്യത്തെ യഥാർത്ഥ വിധത്തിൽ അവർ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിലൊരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? നമ്മുടെ ഉപ്പാക്കൊരു മകനുണ്ട്, അവിഹിതത്തിലൊരു മകനുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ അവരുടെ ആഘോഷത്തിൽ കൂടുക, അതിൻ്റെ പേരിൽ അവർ ആഘോഷം സംഘടിപ്പിക്കുക, അവരെ വീട്ടിലിരുത്തി സൽക്കരിക്കുമോ? നമ്മൾ സൽക്കരിക്കുമോ? അവരെന്തെങ്കിലും നിൽക്കുക ആ ആഘോഷത്തിന് നമ്മളെന്ത് ആശംസ കൊടുക്കുമോ? കൊടുക്കൂലല്ലോ. എന്നാൽ പരിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു മകനുണ്ട് എന്നതിൻ്റെ പേരിൽ നടത്തുന്ന ഒരു ആഘോഷം, ആ ആഘോഷത്തിന് പോയി നമ്മൾ ആശംസ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയും വിവേകവും എവിടെ പോയി? ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നമുക്ക് വേണ്ടേ? മുസ്ലിം എന്ന നിലക്കുള്ള ഐഡന്റിറ്റിയൊക്കെ എവിടെ പോയി? ഈസാ നബിയെ പിഴച്ചു പറ്റു എന്നാണ് ഈ തട്ടമിട്ട താടിക്കാരൻ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. ഈസാ നബി പിഴച്ചു പറ്റാണെന്ന് തന്നെ ഞങ്ങൾക്കറിയാം. ഈസാ നബിനെ പിഴച്ചു പറ്റാന്ന് ഞങ്ങൾക്കറിയാം, അത് പ്രശ്നമല്ല. പക്ഷെ ആ ഈസാ നബി യേശു ക്രിസ്തു ആണെന്നും ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഈ പിഴച്ചുപറ്റ ഈസാ നബിയുടെ ജന്മദിനമായിട്ടാണെന്നൊക്കെ ഇയാൾ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടതുണ്ട്. കാരണം പിഴച്ചു പറ്റത് ഇസ്ലാമിനകത്തുള്ളതാണ്. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയുള്ള ഒരു ജനനമല്ല. അതുകൂടെ വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ശിശു ബ്രദറെ വിവരിക്കുകയുണ്ടായി. വളരെ വ്യക്തമായിട്ട് അത് വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട് മുഹമ്മദ് പിഴച്ചുപറ്റതാണ്. ഇത് നമ്മളാരും പറയുന്നൊന്നുമല്ല, ഇവരുടെ ഇടയിൽ തന്നെയുള്ള പ്രശ്നമാണ്, പണ്ഡിതന്മാരുടെ ഇടയിലുള്ള വിഷയമാണിത്. ഇവരുടെ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം ചർച്ചകളൊക്കെ ഇവരുടെ ചില സൈറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം. ചർച്ച നടത്താനുള്ള സൈറ്റുകളുണ്ടല്ലോ, അങ്ങനെയുള്ളിടത്ത് അവിടെ ഈ വിഷയം സംബന്ധിച്ച് ഉഗ്രമായ വാദപ്രതിവാദങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. അത് ഇവരുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ മുസ്ലിങ്ങൾ എഴുതിയിരിക്കുന്നതായ പ്രമാണങ്ങൾ, അവരുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത്. ഈ അറേബ്യയിൽ മക്കയിൽ ഏതാണ്ട് ഒരു 1400 കൊല്ലം മുമ്പ് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ അബ്ദുൽ മുത്തലിബിന് കുറേ മക്കളൊക്കെ ഉണ്ട്. അതിൽ ഒരു മോൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അപ്പോൾ ഒരു ദിവസം ഈ അബ്ദുൽ മുത്തലിബും ഈ അബ്ദുള്ള എന്ന് പറയുന്ന മോനും കൂടി വാഹിബ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. വാഹിബ് എന്ന ആളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളക്ക് വാഹിബിന്റെ വീട്ടിൽ വളർന്ന വാഹിബിന്റെ അനന്തരവളായ ആമിനയെ കരം പിടിക്കാൻ വേണ്ടിയാണ് അബ്ദുൽ മുത്തലിബ് മകനെയും കൂട്ടി അവിടെ പോകുന്നത്. അങ്ങനെ അവർ വാഹിബിന്റെ വീട്ടിലെത്തി. അവിടെ വെച്ച് ഈ വാഹിബിന്റെ മകള് ഹലയെ കണ്ടപ്പോൾ അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബിനൊരു മോഹം, അവളുടെ കരം പിടിക്കണം. അദ്ദേഹം ആ കാര്യം വാഹിബിനോട് പറഞ്ഞു. വാഹിബിനും തടസ്സമൊന്നും ഇല്ല. അങ്ങനെ ഒരേ ദിവസത്തിൽ തന്നെ ആമിനയുടെ കരം അബ്ദുള്ളയും ആമിനയുടെ കസിൻ ഹലയുടെ കരം അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബും പിടിക്കുകയാണ്. ഇത് ഇബ്ൻ ഹിഷാമിന്റെ സീറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഇബ്ൻ ഹിഷാമിന്റെ സീറയിലുണ്ട്. അതുപോലെ ഇബ്ൻ സാദിന്റെ കിതാബുൽ തബാഖത്തുൽ കബീർ, ദ ബുക്ക് ഓഫ് മേജർ ക്ലാസസ് എന്ന് പറയുന്ന ഇവരുടെ ഒരു അംഗീകൃത പണ്ഡിതനാണ് ഇബ്ൻ സാദ്. അപ്പോൾ അതിനകത്തും, അത് വോളിയം 1 പേജ് 94-95, അതുപോലെ അൽ ഹലബിയുടെ അൽ സിറാത്ത് അൽ ഹലബിയ വോളിയം 1 പേജ് 51 ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ മുസ്ലിങ്ങൾക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു അവർക്ക് നാണക്കേടുണ്ടാക്കുന്നതായ ഒരു വിഷയമൊന്നുമല്ല, അത് സാധാരണ ഒരു ഇതാണ്. അപ്പൊ ഇതിൽ എന്താണ് പ്രശ്നം നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രശ്നം ഇവിടെയല്ല, പ്രശ്നം ഇനിയാണ് വരാൻ കിടക്കുന്നത്. അതായത് അബ്ദുൽ മുത്തലിബിന്റെയും ഹലയുടെയും വിവാഹം, അബ്ദുള്ളയുടെയും ആമിനയുടെയും വിവാഹം, ഈ 2 വിവാഹങ്ങളും ഒരേ ദിവസം തന്നെയാണ്. പ്രസിദ്ധ ഇസ്ലാമിക ചരിത്രകാരൻ ഇബ്ൻ സാദിന്റെ കിതാബുൽ തബാഖത്തുൽ കബീർ പറയുന്നതനുസരിച്ച് തന്റെ വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾക്കകം 25-ാമത്തെ വയസ്സിൽ അബ്ദുള്ള മരിക്കുകയാണ്. 25-ാമത്തെ വയസ്സിൽ അബ്ദുള്ള മരണപ്പെട്ടു. ഇതെന്തുവാ ഇത്? ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ആമിന മുഹമ്മദിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. മുഹമ്മദിന്റെ മൂത്താപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഭാര്യ ഉണ്ടല്ലോ, പുതുഭാര്യ ഹല. ഈ ഹല അബ്ദുൽ മുത്തലിബിന് ഹംസ എന്നൊരു മകനെ പ്രസവിക്കുന്നു. ഈ ഹംസ വകുപ്പ് നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദിന്റെ പിതൃവ്യനാണ്, പിതാവിന്റെ സഹോദരനാണ്. കാരണം മൂത്താപ്പയുടെ മോനാണല്ലോ. പക്ഷെ ഏജ് നോക്കിക്കഴിഞ്ഞാലോ അവിടെയാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതായത് കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ലളിതവൽക്കരിച്ച് നോക്കാം. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയും ഒരേ ദിവസം 2 സ്ത്രീകളെ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുള്ള മരണപ്പെടുന്നു. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യയും അബ്ദുള്ളയുടെ വിധവയും ഓരോ ആൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയാണ് പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ പ്രശ്നം പരിശോധിക്കാനായിട്ട് പോകുന്നത്. പരിഹരിക്കാൻ പറ്റിയല്ല, പരിശോധിക്കാനായിട്ട് പോവുകയാണ്. ഹലയും ആമിനയും ഒരേ ദിവസം വിവാഹിതരായ 2 സ്ത്രീകളാണ്. അതിൽ ആമിനയുടെ ഭർത്താവ് വിവാഹശേഷം ചില മാസങ്ങൾക്കകം മരണപ്പെടുന്നു. 2 സ്ത്രീകൾക്കും മക്കളുണ്ടാകുന്നു. അപ്പൊ ഈ മക്കൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എങ്ങനെയുള്ളതായിരിക്കും? ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 2 സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ ഇപ്പൊ ഈ ഹലയും ആമിനയും ഒരേ സമയത്താണ് ഗർഭിണികളാകുന്നതെങ്കിൽ ഹംസയും മുഹമ്മദും സെയിം ഏജ് ആയിരിക്കും. ചില മാസങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ സെയിം ഏജ് ആയിരിക്കാം. അതല്ല, ഹല പിന്നീടാണ് ഗർഭിണിയാകുന്നതെങ്കിൽ, കാരണം ഹലയുടെ ഭർത്താവ് അബ്ദുൽ മുത്തലിബ് ജീവനോടെ ഉള്ളതുകൊണ്ട് പിന്നീട് എപ്പോഴും ഗർഭിണിയാകാം. പക്ഷെ അബ്ദുള്ളയുടെ ഭാര്യ ആമിന അങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലും ഗർഭിണിയാകാൻ പറ്റുകയില്ല. അബ്ദുള്ള മരിച്ചു പോയല്ലോ. അപ്പൊ ആ മരണത്തിന്റെ ഉള്ളിൽ, അപ്പൊ ആ ഇതില് എത്ര മാസത്തിന് ശേഷമാണോ മരിക്കുന്നത് അതിനുള്ളിൽ ഗർഭിണി ആയിരിക്കണം. അപ്പൊ ഹല പിന്നീടാണ് ഗർഭിണിയാകുന്നതെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് മൂത്തയാളായിരിക്കും, ഹംസയേക്കാളും മൂത്തയാളായിരിക്കും. ഹംസ മുഹമ്മദിനേക്കാളും താഴെ ആയിരിക്കണം. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ മുഹമ്മദ് ഒരിക്കലും ഹംസയേക്കാൾ 6 മാസമോ അതിൽ കൂടുതലോ പ്രായത്തിന് ഇളയതാകുകയില്ല. കാരണം വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾക്കകം തന്നെ മുഹമ്മദിന്റെ പിതാവ് മരിച്ചിരുന്നല്ലോ. അപ്പൊ ഹല ഗർഭിണിയായി 1 അതിലധികം വർഷം കഴിഞ്ഞ ശേഷം ആമിന ഗർഭിണിയാകാൻ ഒരു സാധ്യതയില്ല. ഒന്നുകിൽ ഇവർ ഒരുമിച്ച് ഗർഭിണിയാകുന്നു, അല്ലെങ്കിൽ ഹല പിന്നീട് ഗർഭിണിയാകുന്നു. അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നുകിൽ മുഹമ്മദും ഹംസയും സമപ്രായക്കാര്, അല്ലെങ്കിൽ മുഹമ്മദ് മൂത്തത്, ഹംസ മുഹമ്മദിന് ശേഷം ജനിച്ചത്. എന്നാൽ വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഹംസയേക്കാൾ 4 വയസ്സിന് ഇളയതാണ് മുഹമ്മദ് എന്നാണ്. അതായത് ഹംസ മുഹമ്മദിനേക്കാൾ 4 വയസ്സ് മൂത്തതാണ്. ഹംസ ജനിച്ചു കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാണ് മുഹമ്മദ് ജനിക്കുന്നത്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? കാരണം വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾക്കകം മുഹമ്മദിന്റെ പിതാവെന്ന് ആരോപിക്കപ്പെടുന്ന, മുസ്ലിങ്ങളിൽ നിന്ന് ആരോപിക്കുന്ന ഈ അബ്ദുള്ള മരിച്ചിരുന്നു. അദ്ദേഹം മരിച്ചു പിന്നെ 4 കൊല്ലം കഴിഞ്ഞ് എങ്ങനെയാണ് പിന്നെ മുഹമ്മദിനെ ജനിപ്പിക്കാൻ പറ്റുക? ഇബ്ൻ ഹജാറിന്റെ അൽ ഇസാബ ഫി ടൈംസ് അൽ ഷഹാബ വാല്യം 2 പേജ് 121 പറയുന്നത് പ്രകാരം അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹംസ മുഹമ്മദിനേക്കാൾ 2 അല്ലെങ്കിൽ 4 വർഷം മുമ്പേ ജനിച്ചവനാണ്. ഇബ്ൻ സഅദിന്റെ കിതാബുൽ തബാഖത്ത് അൽ കബീർ, ദ ബുക്ക് ഓഫ് മേജർ ക്ലാസസ്, അതിന്റെ വാല്യം 3 പേജ് 10 പറയുന്നത് ഹംസ പ്രവാചകനേക്കാൾ 4 വയസ്സ് മൂത്തവനായിരുന്നു എന്നാണ്. ഇബ്ൻ ഹജാർ പറയുന്നത് 2 അല്ലെങ്കിൽ 4 വർഷം മൂത്തത്. ഇബ്ൻ സഅദ് 2 എന്നുള്ള ഇത് കൊടുക്കുന്നില്ല, 4 വർഷം എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടുപേരും പറയുന്നതിന് കോമൺ ആയിട്ട് വരുന്നത് 4 വർഷമായതുകൊണ്ട് നമുക്ക് അതെടുക്കാം. 4 വർഷം മുമ്പേ ജനിച്ച ആളാണ് മുഹമ്മദിനേക്കാൾ. അതെങ്ങനെ ശരിയാകും? നമ്മൾ ഉത്തരം കിട്ടേണ്ട ചോദ്യം ഇവിടെയാണേ. അബ്ദുൽ മുത്തലിബും മകൻ അബ്ദുള്ളയും ഒരേ ദിവസം വിവാഹം കഴിക്കുകയും വിവാഹശേഷം ചില മാസങ്ങൾക്കകം അബ്ദുള്ള മരിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബിന് ആ വിവാഹത്തിലുണ്ടായ മകന് അബ്ദുള്ളയുടെ മകനേക്കാൾ 4 വയസ്സ് മൂപ്പ് കൂടുതലുണ്ടാകുക? ഇത്രയും കൂടി ലളിതമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അബ്ദുള്ള മരിച്ച് 4 കൊല്ലത്തിന് ശേഷം എങ്ങനെയാണ് അബ്ദുള്ളക്ക് ആമിനയിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ സാധിക്കുക? ഒരാൾ മരിച്ചു കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് വന്ന് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റുക? അത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. ഒരാൾ മരിച്ച് 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അയാളുടെ ഭാര്യ പ്രസവിച്ചാൽ നാട്ടുകാർ ആ കുഞ്ഞിനെ എന്തായിരിക്കും വിളിക്കുക? പഴച്ചു പറ്റാനല്ലേ വിളിക്കുള്ളൂ, ഉറപ്പല്ലേ അത്? അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു വിഷയം ഉള്ളത് കൊണ്ട്, ഒരു നാണക്കേട് മുഹമ്മദിന് ഉള്ളത് കൊണ്ട്
ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാർ, ഇസ്ലാമിനകത്തില്ലാത്ത ശാസ്ത്രം ഇല്ലല്ലോ, ഖുർആൻ ശാസ്ത്ര സത്യങ്ങളുടെ കലവറയാണല്ലോ. നാസ വരെ മുട്ടുമടക്കി മുട്ടൊക്കെ തേഞ്ഞിരിക്കുകയാണ് നാസയുടെ. അമ്മാതിരി ശാസ്ത്ര സത്യങ്ങളൊക്കെ അല്ലേ ഇതിനകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ചില ഇസ്ലാമിക ശാസ്ത്രജ്ഞര് ഈ മുഹമ്മദിനെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ചില ശാസ്ത്രീയ വിശദീകരണങ്ങളുമായിട്ട് പണ്ടേ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ചിലര് പറയുന്നത് മുഹമ്മദിന്റെ ജനനം ഒരു അത്ഭുത ജനനം ആയിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ എന്താണ് ഈ അത്ഭുതം എന്ന് അറിയണ്ടേ? അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ 2 കൊല്ലം ഗർഭത്തിൽ കൊണ്ടു നടന്നതിന് ശേഷമാണ് പ്രസവിച്ചതെന്ന്. അതായത് അബ്ദുള്ളയാണ് ഗർഭത്തിന് ഉത്തരവാദി, പക്ഷെ പ്രസവിച്ചില്ല. ആമിന പ്രസവിച്ചില്ല. ആമിന 2 കൊല്ലം മുഹമ്മദിന്റെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് നടന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചത് എന്നാണ്. ഇതിനെ ഇസ്ലാം വെറുതെ ചുമ്മാ പറയുന്നൊന്നുമല്ല കേട്ടാ, ഇവരൊക്കെ തെളിവൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതല്ലേ രസം. തെളിവില്ലാത്തൊരു കാര്യമില്ലല്ലോ ഇവിടെ. ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവരുന്ന തെളിവ് നമുക്ക് നോക്കാം. അൽ സിറാത്ത് അൽ ഹലബിയ വാല്യം 2 പേജ് 215 അൽ ഹലബി പറയുന്നത്, മാലിക് എന്ന് പറയുന്ന ഒരു പുള്ളി, ഈ അൽ ഹലബി പറയാണ്, അദ്ദേഹത്തിന് പരിചയമുള്ള മാലിക് എന്ന് പറഞ്ഞൊരു പുള്ളി തന്റെ ഉമ്മയുടെ വയറ്റില് 2 വർഷം ഇരുന്നതിന് ശേഷമാണ് പുറത്തു വന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നുണ്ടെന്നാണ്. വേറെ ആരെങ്കിലും പറയല്ല, മാലിക് തന്നെ സ്വയം ഓർമ്മിക്കുകയാണ്, ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ 2 കൊല്ലം ഇരുന്നതിന് ശേഷമാണ് പുറത്തു വന്നത്. അതുപോലെ അൽ ദഹക്ക് എന്ന് പറഞ്ഞൊരാള്, അൽ ദഹക്ക് താൻ തൻ്റെ ഉമ്മയുടെ വയറ്റിൽ 2 വർഷം കിടന്നതിന് ശേഷമാണ് പുറത്തു വന്നത് എന്ന കാര്യം അനുസ്മരിക്കുകയുണ്ടായി എന്നും അൽ ഹലബിയ പറയുന്നുണ്ട് ആ പുസ്തകത്തിനകത്ത്, സിറാത്ത് അൽ ഹലബിയ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്. എന്നാൽ അൽ സുയൂത്തിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയാറുള്ളത്, മാലിക് തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 3 വർഷം കഴിച്ചു കൂട്ടിയതിനു ശേഷമാണ് പുറത്തു വന്നതെന്ന് അത്രേ. 3 വർഷം കഴിച്ചു എന്നാണ് അൽ സുയൂത്തി പറയുന്നത്. അൽ ഹലബിയാണ് പറയുന്നത് 2 വർഷം. സുയൂത്തി പറയുന്നത് 3 വർഷമാണ് മാലിക് തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നതായിട്ട് ഓർമ്മിക്കുന്നതെന്നാണ്. ഇനി മാലിക് ഇത് മാത്രമല്ല, വേറൊരു ശാസ്ത്ര സത്യം കൂടി പറയുന്നുണ്ട്. ഈ മാലിക്കിന്റെ അയൽക്കാരന് 3 കുട്ടികളുണ്ട്. ഓരോ കുട്ടിയും 4 വർഷം വീതമാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നത്. അങ്ങനെ 12 വർഷം കൊണ്ടാണ് ആ 3 കുട്ടികളും ഉണ്ടായതെന്നാണ് മാലിക് പറയുന്നത്. അൽ ഖുർത്തുബിയുടെ തഫ്സീർ അതിന്റെ വാല്യം 18 പേജ് 165 അൽ ഖുർത്തുബി പറയുന്നത്, ഗർഭധാരണത്തിന്റെ കാലം 4 വർഷമോ 5 വർഷമോ 7 വർഷമോ ആകാമെന്നാണ്. ഇത് മനുഷ്യരുടെ ഗർഭപാത്രം ഉണ്ടല്ലോ, ഗർഭകാലമാണ്, അല്ലാണ്ട് ആനയുടെയും മറ്റൊന്നും അല്ല, മനുഷ്യന്റെയാണ് പറയാണ്. ഖുർത്തുബി പറയുന്നത് ഗർഭധാരണത്തിന്റെ കാലം 4 വർഷമോ 5 വർഷമോ 7 വർഷമോ വരെ ആകാമെന്നാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിലും ഇസ്ലാമിക പണ്ഡിതന്മാര് ശാസ്ത്രീയ തെളിവുകൾ കൊണ്ടുവന്ന് അബ്ദുള്ള മരിച്ച് 4-ാം കൊല്ലമുള്ള മുഹമ്മദിന്റെ ഈ ജനനത്തെ ന്യായീകരിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഇസ്ലാമിക വെബ്സൈറ്റിനകത്ത് യാദൃശ്ചിക അങ്ങോട്ട് കയറി ചെന്നതാണത്. വേറെ എന്തോ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഒരു ലിങ്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അന്ന് കയറി നോക്കിയപ്പോൾ അതിനകത്ത് പുരിഞ്ഞ ചർച്ച. എനിക്കപ്പോൾ കാര്യം മനസ്സിലായില്ല. ഈ 3 വർഷവും 4 വർഷമൊക്കെ ഗർഭത്തിൽ കിടക്കുന്നതിനെ പറ്റിയാണ് ചർച്ച. ഞാൻ വിചാരിച്ചു ഇവന്മാർ എന്തൊരു മണ്ടന്മാരും പൊട്ടന്മാരുമാണ്, 3 കൊല്ലം 4 കൊല്ലമൊക്കെ ഗർഭപാത്രത്തിൽ ശിശു കിടക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. ഇത്രയും പൊട്ടന്മാരവൻ എങ്ങനെ പറ്റുന്നത്, എന്താണാവും ഇതിന്റെ കാര്യം എന്ന് ഞാൻ ആലോചിച്ച് പിന്നെ ഞാനത് വിട്ടു, അത്ര ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു ഇതില് മുഹമ്മദിന്റെ ജനനത്തെ കുറിച്ച് പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം കണ്ടു. അപ്പോഴെനിക്ക് മനസ്സിലായേ, 21-ാം നൂറ്റാണ്ടിൽ ഉമ്മമാർ ഇത് ചർച്ച നടത്തിയത് വെറുതെ ഒന്നുമല്ല. മുഹമ്മദിന്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. അത് പണ്ട് പണ്ഡിതന്മാർ ചർച്ച നടത്തിയിരുന്നു, ഇന്നത്തെ മുസ്ലിങ്ങളും ഇത് തന്നെ ചർച്ച ചെയ്യാണ്. 4 വർഷമാണോ 3 വർഷമാണോ ഗർഭത്തിൽ കിടന്നതെന്നും പറഞ്ഞിട്ട്. ഈ മുഹമ്മദിന്റെ കാലത്ത് തന്നെ പല ആളുകൾക്കും, അവിടെ ഉണ്ടായിരുന്ന പലർക്കും മുഹമ്മദിന്റെ ജനനത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നതായിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ആളുകളും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ മുഹമ്മദിന്റെ ജനനത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ദലൈൽ അൽ നുബുവ എന്ന ഗ്രന്ഥത്തിൽ അബൂ നഈം അൽ ഇസ്ബാനി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചില ഖുറൈശികൾ തങ്ങളുടെ പിതാമഹന്മാരെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദിനെ കുന്നിൻ ചെരിവിൽ വളർന്നു വന്ന ഈന്തപ്പനമരം എന്ന് വിശേഷിപ്പിച്ചത് ഇബ്നു അബ്ബാസ് കേൾക്കുകയുണ്ടായി. അക്കാര്യം ഇബ്നു അബ്ബാസ് മുഹമ്മദിനോട് പറഞ്ഞപ്പോൾ മുഹമ്മദ് വളരെ കോപിഷ്ഠനായി എന്നാണ്. ഞാൻ ആ ഭാഗം ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ എന്നുള്ളത്, അതിനെ മലയാളീകരിച്ച് ഞാൻ പറഞ്ഞാണ്. told Muhammad that the Quraysh were talking about their ancestors and described Muhammad as a palm tree growing on the hillside. When Muhammad heard that, he became angry. കുന്നിൻ ചെരിവിൽ വളർന്നു വന്ന ഈന്തപ്പനമരം എന്ന് മുഹമ്മദിനെ ചില ഖുറൈശികൾ വിശേഷിപ്പിച്ചത് ഇബ്നു അബ്ബാസ് കേട്ടു. അദ്ദേഹം ചെന്നത് മുഹമ്മദിനോട് പറയുമ്പോൾ മുഹമ്മദ് വളരെ കോപിഷ്ഠനായി.
എന്താണ് ഈ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന മരം നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഈന്തപ്പന തോട്ടത്തിൽ ആരെങ്കിലും നട്ടു വളർത്തിയ മരമല്ല, തോട്ടത്തിലുള്ളതല്ല, തോട്ടത്തിന്റെ പുറത്ത്, കുന്നിൻ ചെരുവിലെവിടെയോ തോട്ടത്തിന്റെ പുറത്ത് ഒറ്റയ്ക്ക് വളർന്നു വന്ന മരമാണ്. ആരാണ് അതിന്റെ വിത്ത് അവിടെ നട്ടതെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അത് തോട്ടത്തിൽ ഉൾപ്പെട്ട മരമല്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ഖുറൈശി ഗോത്രം എന്ന തോട്ടത്തിൽ ഉൾപ്പെട്ടവനല്ല മുഹമ്മദ്. മുഹമ്മദിന്റെ പിതാവ് ആരാണ്, മുഹമ്മദിന് വിത്തിട്ടത് ആരാണെന്ന് ആർക്കും അറിയില്ല എന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. അത് മനസ്സിലായതുകൊണ്ടാണ് മുഹമ്മദ് വളരെയധികം കോപിഷ്ഠനായത്. ഇനി പറ, തട്ടമിട്ട താടിക്കാരാ, ആരാണ് പിഴച്ചു പറ്റതെന്ന് പറ. തട്ടമിട്ട താടിക്കാരാ, നീ പറഞ്ഞല്ലോ ഞങ്ങളുടെ കർത്താവിനെ കുറിച്ച്. അല്ല, കർത്താവല്ല. കണ്ടില്ലേ, നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് നിങ്ങളുടെ പണ്ഡിതന്മാരെ എഴുതി വെച്ചിരിക്കുകയാണ്. ബാപ്പ എന്ന് ആരോപിക്കപ്പെടുന്ന ഈ ആള് മരിച്ച്, അബ്ദുള്ള മരിച്ച് 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷമുള്ള ബഹുമാന്റെ ജനനം തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഒരു അത്ഭുത ജനനം തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. ഇതുപോലെ ഒരു ജനനം വേറെ ഉണ്ടായിട്ടുണ്ടോ അറിയില്ല. പിന്നെ ഇന്നത്തെ ഈ ദാവാക്കാർ പാടി നടക്കുന്ന മുഹമ്മദിന്റെ രൂപം ഉണ്ടല്ലോ, അത് അതിസുന്ദരനായ ഒരാളുടെ രൂപമായിട്ടൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ യഥാർത്ഥത്തില് മുഹമ്മദ് അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാം, മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ സുനാൻ അബൂദാവൂദ് ഹദീസ് 4749, ബുക്ക് റെഫറൻസ് ബുക്ക് 42, ഹദീസ് 154. അപ്പൊ അതിനകത്ത് അബ്ദുസല ഇബ്നു അബൂ ഹസീം അബൂ തലത്ത് പറയുന്നു, ഉബൈദുള്ള ഇബിൻ സിയാദിനെ സന്ദർശിക്കാൻ വന്ന അബൂ ബർസഹ് എന്ന ഒരാളെ ഞാൻ കണ്ടു. അപ്പോൾ ആ സംഘത്തിലെ മുസ്ലിം എന്ന നാമമുള്ള ഒരുവൻ അതെന്നോട് അറിയിച്ചു. ഉബൈദുള്ള അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഈ മുഹമ്മദ് കുള്ളനും തടിയനുമാണല്ലോ. ആ വൃദ്ധന്, അതായത് അബൂ ബർസഹിന് അത് മനസ്സിലായി. അതിനാൽ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദിന്റെ കൂടെയുള്ള സഹവാസം ലജ്ജിപ്പിക്കുന്നതാണെന്ന് എന്നെ അറിയിക്കുന്ന ആളുകളുടെ ഇടയിൽ തുടരാൻ ഞാൻ ചിന്തിക്കുന്നില്ല. ഒരാൾ പറയാണ്, ഈ ഉബൈദുള്ള കണ്ടു കഴിഞ്ഞപ്പോ ഈ അബൂബർ സൈനോട് പറയുകയാണ്, നിങ്ങളുടെ ഈ മുഹമ്മദ് ഒരു കുള്ളനും തടിയനുമാണല്ലോ എന്ന്. മനസ്സിലായ? ഇത് സ്വഹീഹായ ഹദീസാണ് കേട്ടോ. ഖുറൈശി ഗോത്രം ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ഗോത്രമാണ്. ആ ഗോത്രത്തിൽ അങ്ങനെ ആരും തന്നെ തടിച്ചുരുണ്ട് മത്തങ്ങ പോലെയുള്ള കുള്ളന്മാരൊന്നുമല്ല. പക്ഷെ മുഹമ്മദ് കുള്ളനായിരുന്നു, കുള്ളനും തടിയനും. തടിച്ചുരുണ്ട് മത്തങ്ങ പോലെയുള്ള കുള്ള ശരീരപ്രകൃതിയായിട്ടാണ് മുഹമ്മദ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഖുറൈശികളുടെ ഗോത്രത്തിലെ പുരുഷന്മാരുടെ ശരീരപ്രകൃതിയല്ല മുഹമ്മദിനുണ്ടായിരുന്നതുകൊണ്ടാണ് ഖുറൈശികൾ മുഹമ്മദിനെ കുന്നിൻ ചെരുവിൽ താനെ വളർന്ന ഈന്തപ്പനയായി കണ്ടത്. മനസ്സിലായ? കാരണം അവർക്കറിയാം ഇത് ഞങ്ങളുടെ തോട്ടത്തിൽപ്പെട്ടതല്ല, ഇത് ഏതോ ഒരുത്തം വന്ന് രാത്രിയിൽ രഹസ്യമായി വന്ന് വിത്തിറക്കിയിട്ട് പോയതാണ്, ഇത് ഞങ്ങളുടെ തോട്ടത്തിൽ വളർന്നതല്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ കുന്നിൻ ചെരുവിൽ താനെ വളർന്ന ഈന്തപ്പന എന്ന് വിളിച്ചത്. രണ്ടാമത്തെ കാര്യം, മുഹമ്മദിന്റെ നിറമാണ്. മുഹമ്മദ് വെളുത്ത് സുന്ദരക്കുട്ടപ്പനായിരുന്നു എന്നൊക്കെയാണ് ദാവാക്കാർ പാടി നടക്കുന്നത്. പക്ഷെ മുഹമ്മദ് കറുപ്പ് നിറമുള്ളവനായിരുന്നു എന്ന് ഇബ്നു സഅദിന്റെ കിതാബൽ തബാക്കത്തിൽ കാണാവുന്നതാണ്. കിതാബൽ തബാക്കത്തൽ കബീർ അതിന്റെ 127 നമ്മൾ കാണുന്നത്, ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് സ്ട്രെച്ച്ഡ് ഹിസ് ലെഫ്റ്റ് ഫുട്ട് സച്ച് ദാറ്റ് ദ ബ്ലാക്ക്നെസ് ഓഫ് ഇറ്റ്സ് എക്സ്പോസ്ഡ് പാർട്ട് വാസ് വിസിബിൾ. അതായത് മുഹമ്മദിന്റെ ഇടതുകാലിൽ ഇതാക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ ആ കറുപ്പ്, ആ ഇടതുകാലിലുള്ള ആ കറുപ്പ് അത് വെളിവാക്കപ്പെട്ടു, അത് ദൃശ്യമായി എന്നാണ് പറയുന്നത്. അൽ തിർമിദി അടക്കം പല ഇസ്ലാമിക പണ്ഡിതന്മാരും ഈ മുഹമ്മദ് കറുത്ത നിറമുള്ളവനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കറുത്ത നിറമുള്ളതെന്ന് പറയുമ്പോൾ ഇവർക്കത് വലിയ പ്രശ്നമാണ്, മുഹമ്മദ് കറുത്ത നിറമുള്ളവനായിരുന്നു എന്ന് പറയുന്നത്. നമുക്കതൊന്നൊരു വിഷയമുള്ളതൊന്നുമല്ല. കറുത്തായാലും എന്ത് വെളുത്തായാലും എന്ത് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ ഒരു ലിങ്ക് ഇവിടെ ഇടാം. ഇത് ബ്ലാക്ക് അറേബ്യ എന്ന് പറയുന്നത് ഈ മുഹമ്മദ് കറുത്തവനായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. ലിങ്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ബ്ലാക്ക് അറേബ്യ ലിങ്ക് ഞാൻ ഇപ്പം ഇടാം, അതൊന്ന് അപ്ഡേറ്റ് ചെയ്യട്ടെ. ഇനിയുണ്ട്, നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. മുഹമ്മദ് കറുത്ത നിറത്തിലുള്ളവനായിരുന്നു എന്ന് കാണിക്കുന്ന ഇഷ്ടംപോലെ സംഗതികളുണ്ട്. അപ്പം ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ അക്കാലത്തുണ്ടായിരുന്ന ഈ കറുത്തവരെന്നത് ആഫ്രിക്കയിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന അടിമകളാണ്. ആരോഗ്യ ദൃഢഗാത്രായ കറുത്ത നിറമുള്ള അടിമകൾ. അപ്പൊ മുഹമ്മദ് കറുത്ത നിറമുള്ള ഒരു കുള്ളനായിരുന്നു എന്നതുകൊണ്ട് ഖുറൈശികൾ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട് മുഹമ്മദിനെ പരിഗണിച്ചിരുന്നില്ല എന്ന കാര്യം കുന്നിൻ ചെരുവിൽ താനെ വളർന്ന ഈന്തപ്പനമരം എന്നുള്ള അവരുടെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത് ഈന്തപ്പനത്തോട്ടത്തിൽ ആരെങ്കിലും നട്ടു വളർത്തിയതല്ല, തോട്ടത്തിന് പുറത്ത് ഒറ്റയ്ക്ക് വളർന്നു വന്നതാണ്.
ആരോ ഒന്ന് രഹസ്യമായിട്ട് അതിന്റെ വിത്ത് അവിടെ നട്ടതാണ്. ആരാണ് ആ വിത്ത് നട്ടതെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. എന്ന് വെച്ചാൽ മുഹമ്മദിന്റെ പിതാവ് ആരാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല എന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായ? അപ്പൊ വിത്ത് നട്ട ആളുടെ പേര് നമുക്കറിയില്ലെങ്കിലും അതൊരു ആഫ്രിക്കൻ അടിമയാണ് എന്ന് നമുക്ക് മറ്റു തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കറുത്തവനായിരുന്നു, കുള്ളനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ ഉണ്ടായിരുന്ന ആ കറുത്തവർക്കാരെന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഉണ്ടായിരുന്ന ഈ ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളുകൾ മാത്രമാണ്. അപ്പൊ ഏതോ ഒരു ആഫ്രിക്കൻ അടിമയ്ക്ക് ജനിച്ചതാണ്. ഇനി മുഹമ്മദിനോടുള്ള അബ്ദുൽ മുത്തലിബിന്റെ കുടുംബക്കാരുടെ ഇടപെടൽ അത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. പിതാവെന്ന് ഇന്നത്തെ മുസ്ലിങ്ങൾ ആരോപിക്കുന്ന അബ്ദുള്ളയും പിന്നീട് മാതാവ് ആമിനയും മരിച്ചു പോയതോടെ ബാല്യത്തിലെ തികച്ചും അനാഥനായി മാറിയ മുഹമ്മദിന് പിതാവെന്ന് ഇന്നത്തെ മുസ്ലിങ്ങളൊക്കെ ആരോപിക്കുന്ന അബ്ദുള്ളയുടെ സ്വത്തവകാശം ലഭിച്ചില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകരുത്. കാരണം അബ്ദുള്ളയുടെ മകനായിരുന്നെങ്കിൽ അബ്ദുള്ളയുടെ സ്വത്ത് മുഹമ്മദിന് കിട്ടേണ്ടതല്ലായിരുന്നു. കിട്ടിയില്ല, സ്വത്ത് കൊടുത്തില്ലെന്ന പോട്ടെ, എഴുത്തും വായനയും പോലും മുഹമ്മദിനെ അവർ പഠിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ആ കുടുംബക്കാരും മുഹമ്മദിനെ പരിഗണിച്ചത് ഏതോ ഒരു ആഫ്രിക്കൻ അടിമയുടെ സന്തതി എന്ന നിലയിൽ തന്നെയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ കാണുന്നുണ്ട് ഈ മുഹമ്മദ് ഇസ്ലാം മതം രൂപീകരിച്ചു കഴിഞ്ഞ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരിൽ ബഹുഭൂരിപക്ഷത്തിനും എഴുതാനും വായിക്കാനും കഴിയുമായിരുന്നു. അവർക്ക് എഴുത്തും വായനയൊക്കെ അറിയായിരുന്നു. അപ്പൊ അവിടെ സർവ്വസാധാരണമായിട്ട് ആ കാലഘട്ടത്തിൽ സർവ്വസാധാരണ എന്ന് പറയുന്നത് എന്നാലും ഒരു സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് അവിടെ ലഭിക്കുന്ന എഴുത്തും വായനയും എന്ന പ്രാഥമിക അവകാശം പോലും മുഹമ്മദിന് കിട്ടിയിരുന്നില്ല. എന്തുകൊണ്ടാണ്? മുഹമ്മദിന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാളായിട്ട് ഈ ഖുറൈശികൾ അല്ലെങ്കിൽ അബ്ദുള്ളയുടെ കുടുംബക്കാർ പരിഗണിച്ചില്ല. അവർക്കറിയാം ഇത് നമ്മുടെ ഒന്നുമല്ല, ഇത് വേറെ ഏതോ ആഫ്രിക്കൻ അടിമയുടെ വിത്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് മുഹമ്മദ് അവർ മൈൻഡ് ചെയ്യാണ്ടിരുന്നത്. എഴുത്തും വായന ഇതാക്കിയില്ല, ഒരു ഇതും കൊടുത്തില്ല. ഇത് ആ കാലഘട്ടത്തിലെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ അത് സാധാരണമായ കാര്യമാണ്. കാരണം 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരു കറുത്തവർഗ്ഗക്കാരനായ ഒരു അടിമയ്ക്കായാലും അടിമയുടെ മോനായാലും സമൂഹം അത്ര വിലയൊക്കെ കൊടുത്തിരുന്നുള്ളൂ. അപ്പൊ പിന്നെ അതിൽ കൂടുതലൊരു വില മുഹമ്മദിന് കിട്ടണമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അതൊരു വിഷയമുള്ള ഇതൊന്നുമല്ല. നിറം എന്നുള്ളതല്ല ഇവിടെ. ആ നിറത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മുഹമ്മദിന്റെ ഇത് പിതാവെന്ന് പറഞ്ഞ ഒരിക്കലും ഈ ഖുറൈശി ഗോത്രക്കാരനായ അബ്ദുള്ളയല്ല, ഏതൊരു ആഫ്രിക്കൻ അടിമയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ നിറത്തിന്റെ കാര്യം എടുത്ത് പറഞ്ഞത്. പിന്നെ മുഹമ്മദിന്റെ ചിത്രം വരയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മാര് ഉറഞ്ഞു തൊള്ളുന്നുണ്ടല്ലോ. ഇവർ ഇങ്ങനെ ചിത്രം വരയ്ക്കരുത്, ഞങ്ങളുടെ നബീന്റെ ചിത്രം വരയ്ക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ ബലം പിടിക്കുന്നത്, അതിന്റെ കാരണം എവിടെയാണ് കിടക്കുന്നത് വാസ്തവത്തില്? കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, തടിച്ചുരുണ്ട ഒരു കറുത്ത കുള്ളന്റെ ഫോട്ടോ ഒരു പടം നമ്മൾ കണ്ട നമുക്കതിന് വലിയൊന്നും തോന്നുന്നില്ല. പക്ഷെ അനുയായികൾക്ക് അങ്ങനെയല്ലല്ലോ. അനുയായികൾ മാനവരിൽ മഹോന്നതനാണ്, ചക്കരയാണ്, അതാണ്, ഇതാണ്, തേനാണ്, കരളിന്റെ കരളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആ സാധനം എന്തേ കറുത്തുരുണ്ട് തടിച്ചുരുണ്ട ഒരു കുള്ളൻ എങ്ങനെ ഇരിക്കും? അപ്പൊ അങ്ങനെയുള്ളവരും അവർക്കത് പ്രശ്നമാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് വേറൊരു സംഗതിയുണ്ട്, അതും കൂടി ഞാൻ പറയാം. അതായത് മുഹമ്മദിന്റെ ചിത്രം വരച്ചാൽ മാത്രമല്ല, മുഹമ്മദ് കറുത്തവനാണെന്ന് പറഞ്ഞാലും അവനെ കൊന്നു കളയണമെന്നാണ് ഫത്വ ഇറക്കിയിരിക്കുന്നത്. തമാശ പറയുന്നൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ തമാശയായിട്ട് തോന്നും, പക്ഷെ അത് തമാശയൊന്നുമല്ല, അത് ഫത്വ ഇറക്കിയിട്ടുണ്ട് ഇവരെ പണ്ഡിതന്മാര്. ഞാൻ ഫത്വ ഇപ്പൊ തന്നെ ഞാൻ അവിടെ ലിങ്ക് ചെയ്ത് ഇപ്പൊ തന്നെ ഇട്ടുതരാം നിങ്ങൾക്ക്. ഇപ്പൊ ഈ ലിങ്ക് ഇപ്പൊ പോവും, ഇപ്പോൾ ഉള്ള നിലവിൽ കിടക്കുന്ന ലിങ്ക് അടുത്ത ഫത്വ കിടക്കുന്നു. മുഹമ്മദ് കറുത്തവനാണെന്ന് പറഞ്ഞാൽ അവനെ തട്ടിക്കളഞ്ഞേക്കണം. ആലോചിച്ചു, സ്വന്തം പ്രവാചകന് ഇല്ലാത്ത ഇമേജൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവർ ആലോചിച്ചില്ല ഭാവിയിൽ ഇതുപോലെയുള്ള ഫത്വകൾ ഇറക്കി ആ ഇമേജിനെ സംരക്ഷിച്ചു നിർത്തേണ്ട ഗതികേട് വരുമെന്നുള്ള കാര്യം. മനസ്സിലായ? ചുമ്മാ അടിച്ചുവിട്ട് ഞങ്ങളുടെ പ്രവാചകനെ മഹാസംഭവമാണെന്നും പറഞ്ഞ് അടിച്ചുവിട്ട്. വാസ്തവത്തിൽ വല്ല സംഭവം ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഫത്വ ഇറക്കി രക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങളുടെ കർത്താവിനെതിരെ ആരെന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ ആരെങ്കിലും അവർക്ക് വല്ല ഫത്വ ഇറക്കുന്നത്, ഞങ്ങൾ അവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം തല്ലണം കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മറുപടി ഞങ്ങളുടെ കൈസുണ്ട്, ഞങ്ങൾ മറുപടി പറയും, അതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു. പക്ഷെ ഇവർക്ക് അങ്ങനെ തീർക്കാൻ പറ്റില്ല. കാരണം മറ്റോ പറയുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ, ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ. ഇബ്നു സഅദ് എഴുതിയിട്ടുണ്ട്, അൽ ഖുർത്തുബി എഴുതിയിട്ടുണ്ട്, ഇന്ന ആൾക്കാർ ഇവരൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ നമ്മുടെ നബി കറുത്തവനാണെന്ന്, നമ്മുടെ നബി തടിച്ച ഉള്ളനാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോണ്ട് പണ്ഡിതന്മാർക്ക് ഈ ഇവനെ പോലെ തട്ടമിറ്റ ഈ ഇതുണ്ടല്ല താടിക്കാരൻ, ഇവനെ പോലുള്ള ആൾക്കാർക്കൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ചെയ്യണം നല്ല എളുപ്പവഴി എന്താണ്, തട്ടിക്കളയുക. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൊള്ളാം. ഇതാണ് ഫത്വ ഇറക്കിയിരിക്കുന്നത്. ആലോചിച്ചു നോക്കിയ ലോകത്തിൽ വേറെ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അനുയായികൾക്ക് ഇങ്ങനൊരു ഗതി വന്നിട്ടുണ്ട്?
മുഹമ്മദ് ചിത്രം വരച്ച മുഹമ്മദിന്റെ ചിത്രം വരയ്ക്കുക മാത്രമല്ല, മുഹമ്മദ് കറുത്തവനാണെന്ന് പറഞ്ഞാൽ അവനെ കൊന്നുകളയാണെന്നുള്ള ഫത്വ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുത്തനെ പിൻപറ്റുന്ന മുസ്ലിങ്ങളൊക്കെ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ചൊറിയാൻ പോകാതെ വായടച്ച് മിണ്ടാതിരിക്കണമായിരുന്നു. അങ്ങനെ മിണ്ടാതിരുന്നെങ്കിൽ പിന്നെ ഇപ്പൊ ഞങ്ങൾ ഈ ചെയ്യുന്നത് പോലെയുള്ള ഇതുപോലെയുള്ള ഇത് ഞങ്ങൾ ചെയ്യില്ല. അതായത് ഇതുപോലെ റൂം ഇട്ടിട്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ എക്സ്പോസ് ചെയ്യില്ല. അവര് മുഹമ്മദ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്കൊന്നുമില്ല. മുഹമ്മദ് മുഖാന്തരം ഇന്നത്തെ കാലത്ത് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് മുസ്ലിങ്ങളിൽ. അതിനെക്കുറിച്ചേ ഞങ്ങൾ സംസാരിക്കുകയുള്ളൂ. അതല്ലാതെ മുഹമ്മദിന്റെ നിറം എന്തായിരുന്നു, ശരീരത്തിന്റെ രൂപം എന്തായിരുന്നു, മുഹമ്മദിന്റെ വാപ്പയായിരുന്നു എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. ഞങ്ങൾ വിട്ടുകളഞ്ഞാൽ. പക്ഷെ ഇവര് നമ്മളെ അങ്ങനെ വിട്ടുകളയാൻ സമ്മതിപ്പിക്കില്ല. ഇവര് ഒരാവശ്യമില്ലാതെ ചൊറിഞ്ഞാലേ ആ പുള്ളി എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. ഇനി മുഹമ്മദ് മാത്രമാണോ ഇസ്ലാമിൽ പഴിച്ചു പറ്റത്? അല്ല, ഇസ്ലാമിനെ ഈസാ നബിയും പഴിച്ചു പറ്റാണ്. ഈസാ നബീനെ പഴിച്ചു പറ്റാണെന്ന് ഖുറാനിൽ നമുക്ക് കാണാം. ഖുറാനില് ഈസാ നബിയുടെ മാതാവായ മറിയം, അത് നമ്മുടെ ബൈബിളിലെ മറിയം അല്ലാട്ടോ, അത് ഇവരുടെ വേറെയാണ്. ആ മറിയം എങ്ങനെയാണ് ഗർഭിണിയാകുന്നത്? സൂറ 19:17 അവിടെ നമ്മൾ കാണുന്നത്, ഞാൻ വായിക്കാതെ 19:17 മുതൽ താഴോട്ട് 19 വരെ, 17 മുതൽ 19 വരെ. എന്നിട്ട് അവർ കാണാതിരിക്കുവാൻ അവൾ, അതായത് മറിയം, ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവരുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, തീർച്ചയായും നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണികനിൽ ശരണം പ്രാപിക്കുന്നു. നീ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ എന്നെ വിട്ട് മാറിപ്പോകൂ. അദ്ദേഹം പറഞ്ഞു, അതായത് ജിബ്രീൽ പറഞ്ഞു. ജിബ്രീൽ എന്ന് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ജിബ്രീൽ അല്ല, ശരിക്കും അള്ളാഹുവിന്റെ ആത്മാവാണ്, റൂഹള്ളയാണ്. റൂഹള്ള പറഞ്ഞു, പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ രക്ഷിതാവ് അയച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ. സൂറ 19:17 മുതൽ 19 വരെ. ആലോചിച്ച് നോക്കണം. തികഞ്ഞ മനുഷ്യരൂപത്തിൽ, ആത്മാവായിട്ട് വന്നു എന്നല്ല പറയുന്നത്, തികഞ്ഞ മനുഷ്യരൂപത്തിൽ അള്ളാന്റെ റൂഹ് ഈ പറഞ്ഞ മറിയത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഒത്ത ഒരു പുരുഷനായിട്ടാണ് ഈ പുള്ളി ചെന്നിരിക്കുന്നത്. എന്തിനാണ് ചെന്നത്? നിനക്കൊരു ആൺകുട്ടിയെ ദാനം ചെയ്യുന്നതിന് വേണ്ടി അറിയാണ്. ഒരാള് ഒത്ത ഒരു പുരുഷൻ ചെന്നായിട്ടുണ്ട് ഒരു സ്ത്രീയോട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കുന്നത്. എന്നിട്ട് എന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ? സൂറ 66:12 തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഇമ്രാന്റെ മകളായ മറിയമിനെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. തന്റെ രക്ഷിതാവിന്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിൽ ആകുകയും ചെയ്തു. ഇവിടെ പരിഭാഷകര് ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, അത് നമ്മൾ അറിയണം. അതായത് നാം അതിൽ ഊതുകയുണ്ടായി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് അവര് പറഞ്ഞിട്ടില്ല ഏതിലാ ഊതിയത്. അത് മലയാള പരിഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അറബിയിലുള്ളത് മറിയത്തിന്റെ ഫർജയിൽ ഊതി എന്നാണ്. ഫർജയില് ഫർജ എന്ന വാക്ക് ഒരു മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയില്ല. തികഞ്ഞ മനുഷ്യരൂപത്തില് പുരുഷരൂപത്തിൽ വന്ന അള്ളാന്റെ റൂഹ് മറിയയുടെ ഫർജയിൽ ഊതി. ഫർജ എന്ന അറബി പദത്തിന്റെ അർത്ഥം ഞാനൊരു അറബി പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് അറബിക്ക് മലയാളം ഡിക്ഷണറി കാണിച്ചു തന്നു. എൻ്റെ മുമ്പിൽ വെച്ചാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ അതുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, സുരേഷ് എന്നാണ് പേര്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇതിനെ ചോദിച്ചു ഫർജ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അദ്ദേഹം അപ്പൊ തന്നെ ആ പുസ്തകം തുറന്ന് കാണിച്ചത്, വായിച്ചു നോക്കിക്കോന്ന് പറഞ്ഞു ഫർജ. അപ്പൊ എന്താണെന്നറിയാമോ? വിടവ്, പിളർത്തുക, കാലുകൾ അകത്തുക, യോനി, ദ്വാരം, ഗുദം, ഇത്രയും അർത്ഥങ്ങളാണ് ഫർജ എന്ന അറബി വാക്കിനുള്ളത്. അപ്പൊ ഈ ഖുർആനിലെ മറിയത്തിന്റെ എവിടെയാണ് അള്ളാഹു തന്റെ ആത്മചൈതന്യത്തിൽ നിന്ന് ഊതിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. തികഞ്ഞ പുരുഷരൂപത്തിൽ ചെന്നിട്ട് ഈ ചങ്ങാതി ഊതുകയാണ്. ഊതിയത് ഇനി വല്ല കുഴലും വെച്ചാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെ ജനിച്ച ആളാണ് ഈസാ നബി. ഈ ഈസാ നബിയുടെ പിതൃത്വം സ്വാഭാവികമായിട്ട് അള്ളാന്റെ ആത്മാവല്ലേ വന്ന് ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പോയത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം അള്ളാഹ്ക്കല്ലേ ഇരിക്കുന്നത്. അള്ളാഹു പക്ഷെ പിതൃത്വം ഏറ്റെടുക്കുന്നില്ല. ഈസാ നബി ഞമ്മന്റെ മോനല്ല എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുകയാണ്. പിന്നെ ആരാണ് ഈസാ നബിയുടെ പിതാവ്, ആരുടെ മോനാണ് അത് പറയുകയല്ല. പക്ഷേ തട്ടമിട്ട താടിക്കാരാ, നിങ്ങൾ അറിയണം, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് നിങ്ങളുടെ ഖുർആനിലെ ഈസാ നബി ജനിച്ചതുപോലെയല്ല. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു പിതാവുണ്ട്. ആ പിതാവ് സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു പലവട്ടം എന്റെ പിതാവ്, എന്റെ പിതാവ്, എന്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ പിതാവായ ദൈവമാണെങ്കിലോ ഒരിക്കലും യേശു ക്രിസ്തുവിനെ തള്ളിയിട്ടില്ല. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ആ പിതാവ് പലവട്ടം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 1:10 നമ്മളത് വായിക്കുന്നുണ്ട്, നീ എന്റെ പ്രിയപുത്രൻ, എന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അതുപോലെ ലൂക്കോസ് 9:34 മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി.
ഇതുപോലെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജനങ്ങളുടെ മുമ്പാകെ. അല്ലാണ്ട് ഖുറാനിലെ അള്ളാനെ പോലെ ഈസ ഞമ്മന്റെ മോനല്ലാട്ടാ എന്നും പറഞ്ഞ് തന്റെ പിതൃത്വം അങ്ങ് തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടുന്ന പരിപാടി അതൊന്നുമില്ല. ഇവിടെ യേശു ക്രിസ്തുവിന്റെ പിതാവായി സ്വർഗത്തിൽ ഞങ്ങളുടെ ദൈവമുണ്ട്. ആ പിതാവിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ച കാര്യം, മനുഷ്യനായി ജനിച്ച കാര്യം, അതിനെക്കുറിച്ച് ഷിജു ബ്രദർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇവിടെ പലരും ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ലൈംഗിക ബന്ധമോ ലൈംഗിക വീഴ്ച അങ്ങനെയുള്ള ഒന്നുമില്ല. ആത്മാവിനാൽ നടന്ന ഒരു പ്രക്രിയയാണ്, ആത്മാവിനാലുള്ള ഒരു ജനനമാണത്. അത് വേറെ കാര്യം, അത് പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അറിയേണ്ടത്, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളൊക്കെ ആരോപിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ തട്ടമിട്ട ഈ താടിക്കാരൻ ആരോപിച്ചതുപോലെ അങ്ങനെ പിഴച്ചുപറ്റ അവിഹിത സന്തതിയല്ല. അവിഹിത സന്തതി ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദാണ്. അവിഹിത സന്തതി ആരാണെന്ന് ചോദിച്ചാൽ അത് ഈസാ നബിയാണ്. അല്ലാതെ യേശു ക്രിസ്തു അല്ല, ഞങ്ങളുടെ കർത്താവല്ല. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ ആത്മാഭിമാനത്തോടെ തൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അഭിമാനത്തോടുകൂടി തന്നെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ലജ്ജാലുവായി നിൽക്കുന്ന ഒരു കർത്താവിനെ ഒരിടത്തും കാണുന്നില്ല. ഇനി ഇവരൊക്കെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അവിഹിതമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് സംഭവിച്ചിരുന്നെങ്കിൽ മറിയ ജീവനോടെ ഉണ്ടാവില്ല, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമായിരുന്നു. യഹൂദന്മാരത് ചെയ്യും. പക്ഷെ കല്ലെറിഞ്ഞ് കൊന്നൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ലാതെ തന്നെ അവരുടെ ജീവിച്ചു. കാരണം എന്താണ്? അത് ഇവര് ഈ പറയുന്ന വിധത്തിലുള്ള ഒന്നല്ല. അവര് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. അവർ വിചാരിച്ചിരുന്നത് യോസേഫാണ് കുഞ്ഞിന്റെ ഉത്തരവാദിന്ന്, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പിതാവ് എന്നവർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. അപ്പൊ പോലും വിവാഹ നിശ്ചയം കഴിഞ്ഞ ആളിൽ നിന്ന് ഗർഭിണിയായി എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലാതെ പിഴച്ചുപോയി എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. ആ ആരോപണമൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്നതാണ്. അത് ഇങ്ങനെയുള്ള എല്ലാ തട്ടമിട്ട താടിക്കാരോടും പറയാനുള്ളത്, സുനിതാ ദേവദാസിന്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ തട്ടമിട്ട നാറിക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ പിന്തുടരുന്ന ആളുണ്ടല്ലോ മുഹമ്മദ്, ആ പുള്ളിക്കുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് ഭയങ്കര അപകർഷത ഉണ്ടാക്കുന്ന ഞങ്ങൾക്കറിയാം. മുഹമ്മദ് ഇങ്ങനെ ബാപ്പ എന്ന് നിങ്ങളൊക്കെ ഇന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന ആള് ചത്ത് 4-ാം കൊല്ലം ജനിച്ചവനാണല്ലോ ഞമ്മന്റെ പ്രവാചകൻ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിൽ ഭയങ്കരമായ അപകർഷത ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ അപകർഷത തീർക്കാൻ വേണ്ടി ഞങ്ങളുടെ കർത്താവിന്റെ നെഞ്ചത്ത് കയറാൻ വരണ്ട, മനസ്സിലായ? ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങൾ തക്കതായ മറുപടി തരും. നിങ്ങളെപ്പോലെ തട്ടിക്കളയാനോ കൊല്ലാനോ കൈവെട്ടാനോ കാലുവെട്ടാനോ ഒന്നും ഞങ്ങൾ വരില്ല. പക്ഷെ പുസ്തകങ്ങൾ തുറന്നു വെച്ച് ഞങ്ങൾ മറുപടി പറയും. മറുപടി പറയുമ്പോൾ 2 ചെവിയും തുറന്നു വെച്ച് കേൾക്കേണ്ടി വരും. കേൾക്കുന്നത് നിങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളില്ല, അവരും കേൾക്കേണ്ടി വരും. അത് നമുക്ക് വിഷമമുണ്ട്. അതിൽ നമ്മുടെ ഈ സുഹൃത്തുക്കളായ ആൾക്കാരൊക്കെ ആണല്ലോ, അവരിത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവുമല്ലോ എന്നുള്ള പ്രശ്നം നമുക്കും ഉണ്ട്. പക്ഷെ നിവൃത്തിയില്ല, പറയിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇയാൾക്ക് ഇത് പറയേണ്ട വല്ല കാര്യമുണ്ട്? ഇയാൾക്ക് ഇപ്പൊ മുസ്ലിങ്ങൾ ക്രിസ്തുമസ് ആഘോഷിച്ച ഒരു പ്രശ്നമില്ല. അതുകൂടെ പല പണ്ഡിതന്മാരും പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. സക്കീർ നായിക്കൊക്കെ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കരുത്, ക്രിസ്തുമസ് ആശംസ നേരരുത്. പിന്നെ മുജാഹിദ് ബാലുശ്ശേരി അവൻ പറഞ്ഞിട്ടുണ്ട്, അക്ബർ പറഞ്ഞിട്ടുണ്ട്, ഓണം ആഘോഷിക്കരുതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശരി, നിങ്ങളുടെ ആളുകളെ നിങ്ങൾക്ക് അത് പഠിപ്പിക്കുക, അതിന് ഞങ്ങൾ ഒരു തെറ്റും പറയുന്നില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പഠിപ്പിക്കുക. പക്ഷെ അല്ലെങ്കിൽ ഇപ്പൊ ഈസാ നബി പിഴച്ചു പറ്റുന്നത് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ക്രിസ്ത്യാനികളുടെ യേശുക്രിസ്തു ആണ്. ആ പിഴച്ചുപറ്റ യേശുക്രിസ്തുവിന്റെ ജന്മദിനമായിട്ടാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് എന്തിനാ വരുന്നത്? അങ്ങനെ വന്നുകൊണ്ടല്ലേ ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇത്രയൊക്കെ കേൾക്കേണ്ടി വന്നത്. ഇനിയും ഇതുപോലെ കേട്ട് വരികയാണെങ്കിൽ 2 ചെവിയും തുറന്നു വെച്ച് കേൾക്കേണ്ടി വരും. എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാൻ പോകുന്നത്? ഇതേ ഇന്ത്യയാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ശരീഅത്തൊന്നും വന്നിട്ടില്ല. ശരീഅത്ത് വരട്ടെ. വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെയുള്ള അഭ്യാസമായിട്ട് വരാം. അതുവരേക്കും ക്ഷമിക്കുക. ഇപ്പൊ ശരീഅത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടും. അത് താങ്ങാനുള്ള കെൽപ്പും കൂടി വെച്ചിട്ട് വേണം. കാരണം ഇപ്പൊ എനിക്കറിയാം തെറിവിളിയായിട്ട് കുറെ എണ്ണം വരും. ഞങ്ങളുടെ യൂട്യൂബില് ഞങ്ങളിപ്പോ 3 ചാനലിലായിട്ട് ഇത് ലൈവ് പോകുന്നുണ്ട്. നല്ല തെറിവിളി അവിടെ ഉണ്ടാവും, നമുക്കറിയാതെ. തെറി വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. തെറി വിളിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്ന മുസ്ലിങ്ങളോട് പറയട്ടെ, പോയിട്ട് ഈ തട്ടമിട്ട താടിക്കാരനെ തെറി വിളിക്ക്. അവനാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഇന്ന് ഈ സമയത്ത് ഇങ്ങനെ ഒരു റൂം ഇടുന്നത് ഞങ്ങൾ ചിന്തിച്ചതേ അല്ല. ഞങ്ങൾക്ക് ഇന്ന് 6 മണിക്ക് ഹോളി ഗ്രൈൽ ഓഫ് എവല്യൂഷനിൽ ഒരു ചർച്ച ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അത് വിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതിലേക്ക് വന്നതിന്റെ കാരണം ഈ ഒരു സാധനം കണ്ടതാണ്. അപ്പൊ ഇനിയെങ്കിലും ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളുടെ ഉസ്താദുമാരെ നിങ്ങൾ പഠിപ്പിച്ചിട്ട് വാ, എന്നിട്ട് ഞങ്ങളതൊന്ന് തെറി വിളിക്കട്ടാ. അപ്പോൾ ഏതായാലും ഞാനിവിടെ വിഷയാവതരണോട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. സഹോദരന്മാർ എല്ലാവരും അതിനുവേണ്ടി ഒരു കാര്യം ഇന്നലെ ഒരു മുസ്തഫ വന്നായിരുന്നല്ലോ, ഒരു കോമഡി കേൾക്കണം. വചനം ജഡമായി ജീവൻ നൽകിയത്, യഹോയുടെ വചനം ഊതിക്കഴിച്ചത്, സങ്കീർത്തനം 18. ഇത് രണ്ടും കൂടെ പുള്ളി കോറിലേറ്റ് ചെയ്തിട്ട് പറയും ജീവൻ നൽകിയത് ഊതിയതാണെന്ന്.
എന്തോ ഒരു അവസ്ഥയാണ്. ഇതാണ് മദ്രസ പൊട്ടൻ എന്ന് പറയുന്നത്. കണ്ട ലക്ഷണ മൊത്തം മദ്രസ പൊട്ടനെ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഇന്നലെ. ഇതാണ് മദ്രസ പൊട്ടൻ. കോമഡിയാണ്. കഷ്ടം കഷ്ടം. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.